ബിസ്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലൈമാണ്, ഒരു സ്പെഷ്യൽ ലൈം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു തുളസി, കുറച്ച് തുളസിയില, നാരങ്ങ, പഞ്ചസാര, അത്രേ ഐറ്റംസ് ഉള്ളൂ. അത് ഒരു കപ്പ് പഞ്ചസാര ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായി അടിക്കുക. ആ പഞ്ചസാര മാത്രം നന്നായി ആദ്യം അടിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് നന്നായി അടിഞ്ഞോട്ടെ. പഞ്ചസാര നന്നായി അടിഞ്ഞാൽ എളുപ്പമായിരിക്കും ലൈം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ നാരങ്ങ കൂടുതൽ അടിഞ്ഞു പോകില്ലേ, അപ്പോൾ നാരങ്ങ കൂടുതൽ അടിഞ്ഞാൽ കയ്പ്പ് രുചി വരും. കുറച്ച് നേരം വെക്കുമ്പോഴേക്ക് തന്നെ കയ്പ്പ് വരാൻ സാധ്യത. അപ്പോൾ നാരങ്ങ പഞ്ചസാര നന്നായി അടിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങ നന്നായി കഴുകിയിട്ട് 4 കഷ്ണാക്കി വെക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് 2 തൂമ്പ്, ഒരു 2 തണ്ട് മതി, കുറച്ച് തുളസിയില. ഇപ്പോൾ പഞ്ചസാര നന്നായി അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിലാണ് ഞാൻ അടിച്ചെടുത്തത്, അപ്പോൾ നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇങ്ങനെ ഇലകൾ മതിയല്ലോ. അതിൻ്റെ ആ തണ്ട്, കട്ടിയുള്ള തണ്ട് വേണ്ട. നമുക്ക് ഈ ഒരു രീതിയിലെടുക്കാം. ഇത്ര ഇല മതി. എന്നിട്ട് അതും ഈ നാരങ്ങ കണ്ട, ഞാൻ ഒരു നാരങ്ങയാണ് ഇപ്പോൾ എടുത്തത്. അതൊരു 4 കഷ്ണാക്കി ഇട്ടത്. അതും ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുക. നാരങ്ങ കൂടുതൽ അടിയരുത്. കൂടുതൽ അടിഞ്ഞാലും അതിന് കയ്പ്പ് രുചി വരും, എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഐസ് വാട്ടർ കുറച്ച് ഒരു കപ്പിലേക്ക് ഒഴിച്ച് വെക്കുക. നമുക്ക് ആവശ്യമുള്ളത്ര ഒരു 4 ഗ്ലാസ്സൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഒരു 4 ഗ്ലാസ് ലൈമൊക്കെ നമുക്ക് ഈ ഒരു നാരങ്ങ വെച്ചിട്ടുണ്ടാക്കാം. ഈ അടിച്ചത് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ആ കപ്പിലേക്ക് അരിപ്പയിലൂടെ. അത് നല്ല കട്ടി ആയതുകൊണ്ട് ഇങ്ങനെ വരാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. കട്ടിയിലായതുകൊണ്ട് അതിന് കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർക്കുക അതിൽ കേട്ടോ. ഇത്ര റിക്കായിട്ട് എടുക്കൊന്നും വേണ്ട. ഞാനിങ്ങനെ ഉണ്ടാക്കല്, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ അതിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം കുഴപ്പമൊന്നുമില്ല. ലൈമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ജലദോഷം ഉള്ളപ്പോൾ കുടിച്ചാൽ നല്ല ആശ്വാസം കേട്ടോ. തണുപ്പ് ഇത്തിരി കുറച്ചാൽ മതി. ജലദോഷം ഉള്ളപ്പോൾ അതൊരു ആശ്വാസം. എല്ലാവർക്കും അറിയാമല്ലോ, തുളസി, ചെറുനാരങ്ങ, പഞ്ചസാര കൂടിയിട്ടുള്ള മിശ്രിതം. ആ ഒരു സുഖം കൂടെ ഈ ഒരു ലൈമിനുണ്ട്. അതാ ഒരു ബെനിഫിറ്റാണത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത്, ഷെയർ ചെയ്യാനും